ദൈവത്തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കുരിശിന്റെ തണലാണെന്റെ അഭയമെന്നേശുനായക, തുണയെനിക്ക് ഒരിടണമേ, അണയുന്നു പാദപീഠങ്ങൾ, തുണയെനിക്ക് ഒരിടണമേ, അണയുന്നു ഹല്ലേലൂയ. പിതാവിനും പുത്രനും പരിശുദ്ധനായ സ്തുതി, ആദ്യം മുതൽ ഇന്നും എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വൻകൃപയാൽ വീണ്ടും നമുക്ക് കൃപാനവുമായി യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിന്റെ ജീവനുള്ളത് ജീവിപ്പിക്കുന്ന വഴി നടത്തുന്നതും ആയ പരിശുദ്ധ നാമത്തിൽ നമുക്ക് ഒരിക്കൽ കൂടെ പങ്കുവയ്ക്കുവാൻ, ഷെയർ ചെയ്യുവാൻ തന്ന അവസരത്തായ ദൈവത്തിന് കൊടാനുകോടി സ്തോത്രവും നന്ദി അർപ്പിക്കുന്നു. ഏവർക്കും നമ്മെ ശ്രദ്ധിക്കുന്നവനായ പൊന്നേശ്വരന്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്നത്തെ തിരുവചനത്തിന്റെ വാക്യം നമുക്ക് ഒന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 18-19. അവരിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കുക. ഏവർക്കും അതൊക്കെ കാണാപ്പാടറിയാം, എങ്കിൽ നമുക്ക് ഒരിക്കൽ കൂടെ ഒന്ന് ധ്യാനിക്കുന്നത് നന്നായിരിക്കുമല്ലോ. എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ സ്നേഹവന്ദനം അറിയിക്കുകയാണ് കേട്ടോ. സന്തോഷമായിരിക്കുന്ന എല്ലാവരും സന്തോഷിക്കണം, എപ്പോഴും സന്തോഷിപ്പിൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിനെന്ന് തൻ്റെ ഭക്തന്മാർ പാടിപ്പറഞ്ഞതുപോലെ നമുക്കും ഒരുമയോടുകൂടെ സന്തോഷത്തോടുകൂടെ മുന്നേറാം. ഹല്ലേലൂയ. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കുകയും ബുദ്ധിമാന്മാരുടെ ബുദ്ധിയെ ദുർബലമാക്കുകയും ചെയ്യുമെന്ന് അവിടെ കാണാനായിട്ട് നമുക്ക് കഴിയും. കൊരിന്ത്യർ കഴിഞ്ഞ ലേഖനം 1-ാം അധ്യായം 1-18-19 തിരുവചനമാണ് നാം വായിച്ചത്. കർത്താവിൽ പ്രിയപ്പെട്ട കൂട്ടുകാരെ, സർവശക്തനായ പൊന്നേശ്വരന്റെ നാമം ഈ കാലഘട്ടത്തില് പല വിധേനയും ദുഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടമാണല്ലോ. അതിനും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. കർത്താവിന്റെ വിശുദ്ധന്മാരെ ചേർത്ത് കൊണ്ടുപോകുവാൻ, ഒരുക്കുവാനും ആരൊക്കെ ഈ ലോകത്തിനോട് അനുരൂപരാകും, ദൈവത്തോട് അടുത്തിരിക്കും, എത്ര പേർ ഉണ്ട് എന്നെല്ലാം പരിശോധിക്കുന്നു. ഒരു കാലഘട്ടം, ഒരു ന്യായവിധിയാണ്. തമ്പുരാൻ കർത്താവ് പറഞ്ഞു, ഇതൊരു ന്യായവിധിയാണ്. ദുഷ്ടന് കൃപ കാണിച്ചാലും അവൻ പഠിക്കില്ല എന്നാണ് യശപ്രവചനത്തിൽ നമുക്ക് വായിച്ച് ധ്യാനിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ കുരിശ് കൃഷി എന്ന് പറഞ്ഞ് ഇന്ന് ലോകത്തിലെമ്പാടും പ്രിയമുള്ളവരെ ഒരു വിഷയമായിട്ടിരിക്കുന്നു. എന്നാൽ ഈ കുരിശ് കൃഷിയെക്കുറിച്ച് നമുക്ക് അല്പസമയം ഒന്ന് അതിവേഗം ചിന്തിക്കാം. ഹല്ലേലൂയ. എല്ലാവരും സന്തോഷത്തോടുകൂടെ ശ്രവിച്ചാലും. 1 കൊരിന്ത്യർ 3-ാം അധ്യായം അതിൻ്റെ 9-10 തിരുവചനം നമുക്ക് ആ വരികളിലൂടെ നമുക്കൊന്ന് യാത്ര തുടരാം. ഹല്ലേലൂയ. ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ, നിങ്ങൾ ദൈവത്തിൻ്റെ കൃഷി, ദൈവത്തിൻ്റെ ഗൃഹനിർമ്മാണം. അപ്പൊ ആരാ? ദൈവത്തിന്റെ കൃഷി, കുരിശ് കൃഷി. കേട്ടില്ലേ? ഹല്ലേലൂയ. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. അവിടെ കാണാനായിട്ട് കാണും. ഹല്ലേലൂയ. ഒരു ശില്പിയെ കുറിച്ച് മറ്റൊരുത്തൻ മീതെ പണിയുന്നു. താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തൻ നോക്കിക്കൊള്ളട്ടെ. യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്ന് ഇടുവാൻ ആർക്കും കഴിയില്ല. യേശു ക്രിസ്തുവാകുന്ന ആ കൊടി ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നവനായ കർത്താവിൻ്റെ കൊടി ഉയർന്നും പൊങ്ങി നിൽക്കുന്നത് ദേശത്തൂടെ, കേരളത്തിലൂടെ, ലോകത്തെമ്പാടും പോകുമ്പോൾ കേരളത്തിൽ ആ കുരിശ് നിൽക്കുന്നത് പോലെ എവിടെയില്ലെന്നാണ് നമുക്ക് തോന്നുന്നത്, അല്ലേ? അങ്ങനെ തന്നെയാണ് കാണുന്നത്. പണ്ടൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒരു പള്ളി ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഒത്തിരി കുരിശുകളാണ്. എങ്കിലും
അവിടുന്ന് വചനം പറയുന്നുണ്ട്, യാഗപീഠം വർദ്ധിക്കുന്നു. ഇസ്രായേൽ പടർന്നിരിക്കുന്ന മുന്തിരിവള്ളിയാണ്. യാഗപീഠങ്ങൾ, ബലിപീഠങ്ങൾ വർദ്ധിക്കുന്നു, എങ്കിലോ അവരുടെ ഹൃദയം നിഗളിച്ചിരിക്കുന്നു എന്ന് കാണാൻ നമുക്ക് കഴിയും. എങ്കിലും കർത്താവിൽ പ്രിയ കൂട്ടുകാരെ, എന്തിനാണ് ഈ തിരുവചനം ഇങ്ങനെ പറയുവാനും വായിക്കുവാനും ധ്യാനിക്കുവാനുമായിട്ട് നാം ആഗ്രഹിച്ചത് എന്നല്ലേ? ഈ ക്രൂശിലേക്ക് നോക്കി രക്ഷ വിളയുവാൻ തക്കവണ്ണം രക്ഷകനെ നമുക്ക് ആദരിക്കുകയും ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുവാൻ ദൈവം തമ്പുരാൻ നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം ഈ ലോകത്തിന് അനുരൂപരായി മുന്നേറുമ്പോൾ ദൈവനാമം ദുഷിക്കപ്പെടുന്നു. അതെ, അത്യാഗ്രഹത്തോടെ അഹങ്കാരത്തോടുകൂടെ ജീവിതം അലക്ഷ്യമാക്കി മുന്നേറുമ്പോൾ കർത്താവ് ദുഃഖിക്കുന്നു, കർത്താവിന്റെ നാമം ദുഷിക്കപ്പെടുന്നു എന്ന് ആരും ചിന്തിക്കുന്നില്ല. എന്നാൽ സർവശക്തനായ കർത്താവ് നമ്മെ വഴി നടത്തിയതും പരിപാലിച്ചതും മറന്നു ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇന്നുമുണ്ട്, അന്നുമുണ്ട്. ആയതിനാൽ നാം വളരെ ശ്രദ്ധാപൂർവം, കുരിശ് കൃഷി ഏറെ അനുഗ്രഹമാണ്. നാം ഇപ്രകാരം വിശുദ്ധ ആരാധനയിൽ പാടാറില്ലേ? യജമാനൻ വരും അന്നേരത്തുണർവുള്ളോരായി മുന്തിരിതൻ തോപ്പിൽ പണിയ കാണോ രോധന്യരാ പകലെല്ലാം താൻ കൂടെ പണിതോ രാബർക്കാബെന്നാര കേട്ടി പരിഗമിക്കും സുതൻ. ഹല്ലേലൂയ. ആ ക്രൂശിലേക്ക് നോക്കിക്കൊണ്ട് നമുക്ക് യാത്ര തുടരുക. അതെ, ഞാൻ മുന്തിരിവള്ളി എൻ്റെ പിതാവ് തോട്ടക്കാരനുമാവുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 1-ാം തിരുവചനം നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. അതെ, ആ തോട്ടക്കാരൻ വരും. കൃഷി എങ്ങനെയുണ്ട് എന്ന് നോക്കാൻ വരും. നമ്മെ സ്നേഹവാനായ ദൈവം ആദരിക്കുന്ന ഒരു ദിവസമുണ്ടെന്ന് ഈ ലോകം നമ്മോട് വിളിച്ചു പറയുമ്പോൾ നാം ഈ അന്ധകാരം കൂരിട്ട് നിറഞ്ഞ ലോക ജീവിതത്തിൽ ഈ ക്രൂശിലേക്ക് നോക്കി വെളിച്ചം കണ്ടിട്ടുണ്ടോ? യേശു ക്രിസ്തു നമ്മൾ ദർശിക്കുവാൻ നമ്മൾ ഇടം കൊടുത്തിട്ടുണ്ടോ? 2 കൊരിന്ത്യർ 4-ാം അധ്യായം അതിന്റെ 6-ാം തിരുവചനം ഇങ്ങനെ കാണാം: ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്ന് അരുളി ചെയ്ത ദൈവം യേശു ക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. ഇവിടെ സ്ത്രീയന്മാർക്ക് പ്രകാശിച്ച യേശു ക്രിസ്തു നമ്മളിലും പ്രകാശിക്കും. പ്രിയ കൂട്ടുകാരെ, ആ പ്രകാശം കണ്ടെത്തുവാൻ, അതെ, കുരിശ് കൃഷി ചെയ്യുന്നവർ ഒരിക്കലും നശിച്ചു പോകില്ല. അവർക്ക് നാൾക്ക് നാൾ അഭിവൃദ്ധി പ്രാപിക്കും. കഷ്ടതയും പ്രയാസവും നിന്ദയും പരിഹാസവും ഒക്കെ ഉണ്ടാവും. എങ്കിലും കർത്താവ് അവരെ താങ്ങുമെന്ന് നമുക്ക് പൂർണ്ണമായിട്ടറിയാം. അനുഭവിച്ചവരല്ലേ നമ്മുടെ പിതാക്കന്മാര്. അവരെ പോലെ തന്നെ നമുക്കും ഇന്ന് മുന്നേറാനായിട്ട് കഴിയും. ആയതുകൊണ്ട് ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ജ്ഞാനം വിവേകവും തൻ്റെ മക്കൾക്ക് ദൈവം കൊടുക്കും. അതെ, ജ്ഞാനികൾ എന്ന് പറയുന്നവരുടെ ജ്ഞാനമെല്ലാം ദൈവം അകറ്റിക്കളയും, എടുത്തുകളയും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആയതിനാൽ ഈ കാലഘട്ടം കാരണസമ്പന്നനായ ദൈവത്തിന്റെ മുഖത്തിന്റെ തേജസ് നമ്മൾ ഹൃദയത്തിൽ പ്രകാശിച്ചിരിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നമ്മിലേക്ക് തന്നെ ശ്രദ്ധിച്ച് നമ്മെ തന്നെ ഒരുക്കേണ്ടുന്ന ഈ സമയമാണ്. അതിനാൽ എല്ലാവരും ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തേജസ് പ്രാപിച്ചവരായി, തേജസ്സാകുന്ന വസ്ത്രം ധരിക്കുന്നവരായി ധരിപ്പിക്കുന്ന ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ നമുക്ക് മുന്നേറാം. അവൻ നമ്മെ ദൈനംദിനം ക്രൂശിന്റെ ചൂട്ടിലേക്ക് അനേകരെ മാടി വിളിക്കുകയാണ്. കൃഷി ചെയ്യുവാൻ ഇഷ്ടമാണോ? ഏവർക്കും ജാതിമത വർണ്ണവർഗ വ്യത്യാസം കൂടാതെ സകലരെയും അവന്റെ അടുക്കൽ വരുന്നവൻ ഏവനെയും രക്ഷ പ്രാപിക്കും. അവനെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിനെ വിളിച്ചപേക്ഷിക്കുന്ന പൂർണ്ണഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരും ആ രക്ഷ വിളയിപ്പിക്കുവാൻ, വിളങ്ങുവാൻ, മറ്റുള്ളവർക്ക് സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ, സത്യത്തോടും നീതിയോടും വിശുദ്ധിയോടുകൂടി ജീവിക്കുവാൻ തമ്പുരാൻ കർത്താവ് നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തളരാതെ പതറാതെ ഈ മായയായ ലോകത്തിൽ ചേർന്ന് നിൽക്കാതെ
ക്രിസ്തു യേശുവിൽ ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കാൻ നമുക്ക് മുന്നേറാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.